ഭൂമിക്കടിയിൽ നിന്നും വയലറ്റ് നിറത്തിൽ തലനീട്ടുന്ന ഈ പുഷ്പത്തിന്റെ കേസരം നുള്ളിയെടുക്കുന്നതാണ് കുങ്കുമം. സാധാരണഗതിയിൽ മണ്ണിനടിയിൽ ഒരു കിഴങ്ങ് മാത്രമാണ് ഉണ്ടാവാറുള്ളത്. പുറമെ ഇലയോ തണ്ടോ കാണാറില്ല. പൂ വിരിയുമ്പോൾ മാത്രമാണ് ഇതൊരു കുങ്കുമപ്പാടമാണെന്ന് കാഴ്ചക്കാരന് അനുഭവപ്പെടുന്നത്. കശ്മീരിനെ വിശ്വപ്രസിദ്ധമാക്കിയ പ്രകൃതിയുടെ വരദാനങ്ങളിൽ പ്രധാനപ്പെട്ടതായിരുന്നു കുങ്കുമം. ലോക മാർക്കറ്റിൽ ഇന്നും കശ്മീർ കുങ്കുമത്തിനാണ് ഒന്നാം സ്ഥാനം. ഇന്ത്യയേക്കാൾ കൂടുതൽ കുങ്കുമം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായ ഇറാനും സ്പെയിനും ഗുണനിലവാരത്തിൽ പക്ഷേ പുറകിലേ വരുന്നുള്ളൂ. अभी कश्मीर का जो केसर है वो 1 नंबर पे है, ईरान का दूसरे नंबर पे है और स्पेन का तीसरे नंबर पे है. इसकी पहचान ही अलग है, इसकी खूबी अलग है, इसकी खुशबू ही अलग है. വീര്യവും വിലയും കൂടുതലുള്ളതും കശ്മീർ കുങ്കുമത്തിനാണ്. മുന്തിയ ഇനം കുങ്കുമത്തിന് 1.5 മുതൽ 2 ലക്ഷം രൂപ വരെ മാർക്കറ്റിൽ 1 കിലോവിന് വില ലഭിക്കുന്നുണ്ട്. ഒക്ടോബർ മാസം എത്തിയാൽ ഒരു കാലത്ത് കുങ്കുമപ്പാടങ്ങൾ മാത്രമേ പുൽവാമ താലൂക്കിൽ കാണാനുണ്ടായിരുന്നുള്ളൂ. അപൂർവ സുന്ദരമായ ഈ കാഴ്ച ഇന്ന് പാംപുരയിൽ മാത്രമായി ഒതുങ്ങി. ഏകദേശം 700 ഹെക്ടറിലെ ഈ പ്രദേശത്ത് ഇന്ന് കൃഷി നടക്കുന്നുള്ളൂ. ശേഷിച്ച പാടങ്ങൾ മറ്റ് ആവശ്യങ്ങൾക്കായി വഴിമാറി. ഒരിക്കൽ കിഴങ്ങ് നട്ടാൽ 25 മുതൽ 30 വർഷം വരെയാണ് അതിന്റെ ആയുസ്. മറ്റ് വിളകളെ അപേക്ഷിച്ച് കനത്ത കാവൽ ഏർപ്പെടുത്തേണ്ടി വരുന്ന കുങ്കുമപ്പാടങ്ങളിൽ കൃഷി പുനരാരംഭിക്കാൻ ആളുകൾ മടിക്കുകയാണ്. ഓരോ പൂവിന്റെയും കേസരം നുള്ളിയെടുത്ത് ഉണക്കി മാർക്കറ്റിൽ എത്തിക്കുന്നതുവരെ കർഷകന് ഒരു മനസ്സമാധാനവും ഉണ്ടാകില്ല. കുങ്കുമ കൃഷിയിൽ കാലാനുസൃതമായ പുതിയ രീതികൾ ഇനിയും കണ്ടെത്തിയിട്ടില്ല. അന്യരാജ്യങ്ങളിൽ നിന്നുള്ള വില കുറഞ്ഞ കുങ്കുമം വാങ്ങി കാശ്മീർ കുങ്കുമത്തോടൊപ്പം കലർത്തി വിൽപ്പന നടത്തുന്നവർ രംഗത്തെത്തിയതോടെ കർഷകർ ഈ മേഖലയിൽ വലിയ തിരിച്ചടികളാണ് നേരിടുന്നത്. എ റഷീദുദ്ദീൻ, മീഡിയ 1.